നമസ്കാരം. ഗർഭകാലത്തെ പ്രമേഹത്തെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ആദ്യത്തേത് പ്രീ ജസ്റ്റേഷണൽ ഡയബറ്റിസ്, അതായത് ഗർഭിണിയാവുന്നതിന് മുന്നേ പ്രമേഹ രോഗമുള്ള അവസ്ഥ. രണ്ടാമത്തേത് ജസ്റ്റേഷണൽ ഡയബറ്റിസ്, അതായത് പ്രഗ്നൻസിയിൽ മാത്രം വരുന്ന ഷുഗറിനെയാണ് ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ഇവർക്ക് ഡെലിവറി കഴിയുന്നതോടുകൂടി ഷുഗർ മിക്കവാറും നോർമൽ ആവാറുണ്ട്. ഈ പ്രീ ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞ ഒരു 10% പേരിലേ കാണാറുള്ളൂ എങ്കിലും GDM വളരെ കൂടുതലായിട്ട് കാണുന്ന ഒരു പ്രോബ്ലമാണ് പ്രഗ്നൻസിയിൽ. ഇതെങ്ങനെയാണ് സ്ക്രീൻ ചെയ്യുന്നത്? പ്രഗ്നൻസിയിൽ വളരെ ഏർലി പ്രഗ്നൻസിയിൽ തന്നെ നമ്മൾ ബേസിക് ടെസ്റ്റുകളുടെ കൂട്ടത്തിൽ ഗ്ലൂക്കോസ് ടെസ്റ്റും കൂടെ ചെയ്യാറുണ്ട്. ഈ റിപ്പോർട്ട് നോർമൽ ആണെങ്കിൽ അവരോട് നമ്മൾ 24 to 28 വീക്സിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറയാറുണ്ട്. അതും നോർമൽ ആണെങ്കിൽ 32 to 34 വീക്സിൽ നമ്മൾ വീണ്ടും സ്ക്രീൻ ചെയ്യാറുണ്ട്. ഇനി എല്ലാ ഗർഭിണികളെയും സ്ക്രീൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷൻ വെച്ചാൽ ഡയബറ്റീസിന്റെ റിസ്ക് വളരെ കൂടുതലുള്ളതായതുകൊണ്ട് നമ്മൾ പ്രഗ്നൻസിയിൽ എല്ലാ സ്ത്രീകളെയും യൂണിവേഴ്സലി സ്ക്രീൻ ചെയ്യാറുണ്ട്. ഇനി എന്ത് ടെസ്റ്റ് ആണ് ചെയ്യുന്നത്? നമ്മൾ സാധാരണ 75 ഗ്രാം ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ടെസ്റ്റ് ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത്.